അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിഭാഗീയത റസൂലിൻ്റെ മതമല്ല. എനിക്ക് കിട്ടിയിട്ടുള്ള വിഷയം ഇതാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് വിഭാഗീയത എന്നുള്ളത് ഒരുപാട് തരത്തിലുണ്ട്. ഇസ്ലാമിൽ നമ്മൾ ഒരു വിഭാഗീയതയും പ്രൊമോട്ട് ചെയ്യുന്നുമില്ല. നമുക്കറിയാം, പ്രധാനമായിട്ടും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു പഠനത്തിൽ അല്ലെങ്കിൽ അധ്യാപനത്തിലുള്ളത് ഈക്വാലിറ്റിയാണ്. ഏതൊരു രൂപത്തിലുള്ള വിഭാഗീയതയാണെങ്കിലും അതിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വർണ്ണപരമായിട്ട് വിഭാഗീയത നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. അഥവാ ഇസ്ലാമിൽ വർണ്ണത്തിന് യാതൊരു സ്കോപ്പുമില്ല. ദർ ഇസ് നോ ചാൻസ് ആൻഡ് ദർ ഇസ് നോ റൂം ഫോർ റേസിസം ഇൻ ഇസ്ലാം. അള്ളാഹുവിൻ്റെ ദൂതൻ നമ്മെ പഠിപ്പിക്കുന്നത് കറുത്തവനായാലും വെളുത്തവനായാലും ഒരുപോലെ കണക്കാക്കണം, അല്ലെങ്കിൽ ഒരുപോലെ കാണണമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ ബ്ലാക്ക് എന്ന് പറയുന്നത്, ഈ ഒരു കറുപ്പെന്ന് പറയുന്നത് ഇതൊരു ബലാ ആണ്, ഒരു പരീക്ഷണമാണ്. അതിനെ അതായിട്ട് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മൾ പരാതി പറയാനോ അതല്ല അതിൻ്റെ പുറത്ത് ഒരാളെ നമ്മൾ പരിഹസിക്കാനോ നമ്മൾ അതിൻ്റെ പേരിൽ പരാതി പറയാനോ പോകേണ്ടതില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ഒരു ബ്ലാക്ക് എന്ന് പറയുന്നത് അതൊരു ബലാ ആണ്, ഒരു പരീക്ഷണമാണ് എന്ന് വെക്കുമ്പോൾ പോലും അത് ഒരു തരത്തിലും നമ്മുടെ നീതി നടപ്പാക്കലിനെയോ അല്ലെങ്കിൽ നമ്മുടെ വിധിവിലക്കുകൾക്കോ ഇത് എതിരാക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഭവം വരുന്നത്, ഈ പ്രവാചകന്റെ ഇക്വാലിറ്റിയെയാണ് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇപ്പോൾ UN-ന്റെ പുതിയ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒരു യൂണിവേഴ്സൽ ഡിക്ലറേഷൻ വന്ന സമയത്തും അവർ അംഗീകരിച്ചിട്ടുള്ളത് പ്രവാചകന്റെ ഇക്വാലിറ്റിയെയാണ്. കാരണം നമുക്കറിയാം, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ ഒത്തൊരുമിച്ച് ജീവിച്ചു പോകേണ്ടത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ മുസ്ലിംസ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് ഫത്ഹ് മക്കയ്ക്കിടയിൽ നിന്ന് അവിടേക്ക് ആ ഒരു വിജയം നേടിക്കൊണ്ട് വരുന്ന ഒരു രംഗം ഞാൻ പറഞ്ഞിരുന്നു. എല്ലാ മതക്കാരെയും എല്ലാ ജാതിക്കാരെയും എല്ലാ വർഗക്കാരെയും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുമ്പോൾ ആണ് പെണ്ണ് എന്നുള്ള തരത്തിൽ ഒരു വിഭാഗീയത നമ്മൾ കാണും. പക്ഷേ അതൊരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വിഭാഗീയതയല്ല. ആണിനെ ആണായിട്ട് കാണാനും പെണ്ണിനെ പെണ്ണായിട്ട് കാണാനുമാണ് ഇസ്ലാം എക്കാലത്തും പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു പോരുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിൽ ഫറായിദിൻ്റെ വിഷയങ്ങളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ആണിന് മേൽക്കോയ്മ കിട്ടാറുണ്ടല്ലോ എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ കൊടുക്കുന്നത് ആണിന് മേൽക്കോയ്മയില്ല, മറിച്ച് ആണിന് ആണിൻ്റേതായ വിഹിതം കൊടുക്കുമ്പോൾ പെണ്ണിന് പെണ്ണിൻ്റേതായ വിഹിതം കൊടുക്കുന്നുണ്ട്. രണ്ടും രണ്ടായിട്ട് നമ്മൾ കാണുന്നു, അല്ലാതെ അതിലൊരു വിവേചനമോ ഒരു വിഭാഗീയതയോ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇക്വിറ്റി എന്നുള്ള, എല്ലാവർക്കും തുല്യം എന്നതിലുപരി, നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയിലൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ഇക്വാലിറ്റി എന്ന് പറയുന്നതിലുപരി എല്ലാവർക്കും ഇക്വിറ്റി, എല്ലാവർക്കും പൂർണ്ണ രൂപത്തിൽ എങ്ങനെയാണോ അവൻ അർഹപ്പെടുന്നത് അതുപോലെ തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നതിൽ ചില സമയങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അവർക്ക് വേണ്ടതിനനുസരിച്ച് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കപ്പെടുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ആണെന്നോ പെണ്ണെന്നോ ഒരു വിഭാഗീയത ഉണ്ടായി അല്ലെങ്കിൽ രണ്ടും രണ്ടാണെന്ന് വിചാരിച്ച് നമ്മൾ അത് മനസ്സിലാക്കരുത്. അങ്ങനെയല്ല നമ്മുടെ ഒരു വിഷയം വരുന്നത്. ആണിനെ ആണായിട്ടും പെണ്ണിനെ പെണ്ണായിട്ടും നമുക്ക് കാണാൻ കഴിയണം. എന്നാൽ ഈ ഒരു ആനുകൂല്യങ്ങളോ ഈ ഒരു കാര്യങ്ങളോ ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നീതി നടപ്പാക്കലിലോ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിലോ നമുക്ക് തടസ്സമായി വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ വ്യാപകമായി കാണാൻ പറ്റുന്നൊരു സംഭവമാണ് റേസിസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ റേസിസം എന്ന് പറയുന്നത്. ഈ റേസിസത്തിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കൺസെപ്റ്റാണ് ബ്ലാക്ക്. അതൊരു അടിസ്ഥാനപരമായ സംഭവമാണ് എന്നുള്ളത്. അതൊരിക്കലും ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. അത് ലഭിക്കുന്ന നമുക്ക് ജന്മനാ ഉണ്ടാകുന്നൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു ബലാ ആണ്. എന്നാൽ ഇതിൻ്റെ പേരിൽ നമ്മൾ പരാതി പറയാനോ പരിതപിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ മേലിൽ നമ്മൾ മറ്റൊരാളെ ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ പോകരുത് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ഈ മദീനയിലേക്ക്
കടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മക്കയിലേക്ക് നുബൂവത്തിൻ്റെ ഒരു സത്യവാക്മൂലം നേടിക്കൊണ്ട്, അല്ലെങ്കിൽ നുബൂവത്തിൻ്റെ ഒരു വിളിയാളം കിട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് അവിടുത്തെ കുടുംബത്തിൽ വിഭാഗീയത വരുന്നുണ്ട്. അവിടുത്തെ കുടുംബത്തിൽ അബൂജഹലും അതുപോലെ തന്നെ മറ്റുള്ളവരും നിൽക്കുന്നത് പ്രവാചകന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ വിഭാഗീയത പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും വിഭാഗീയതയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞപ്പോണ്ടായ ഒരു പൊട്ടിത്തെറിയായി മാത്രം നമ്മൾ കണ്ടുകൊണ്ട് മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേതാവ് ഖുറൈശിയാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അത് വിഭാഗീയതയല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നേതാവ് ഖുറൈശിയാവണം എന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അന്നത്തെ കാലത്ത് പ്രവാചകൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരു അറാബിക്ക് അല്ലെങ്കിൽ ഒരു അറബിക്ക് ഒരു അനർബിയേക്കാൾ അതിൻ്റെ എന്താ പറയുക, അവരുടെ റൈറ്റ്നെസ് ആ ഒരു വസ്തുതയിലല്ലാതെ മറ്റൊരിക്കലും ആധിപത്യം കൂടൂല എന്നുള്ളതാണ്. അഥവാ റസൂൽ ഒരു ഖുറൈശി ആകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു വിഭാഗീയതക്ക് അപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അതെന്താണ് കാരണം എന്നാണ് ചോദ്യം. അതൊരു പക്ഷേ ആ ഒരു ഖുറൈശി എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ഇൽമ കൊണ്ടാകാം, അതല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ നേതൃസ്ഥാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നേതൃത്വം ഭരിച്ചിട്ടുള്ള അവരുടെ ഒരു യോഗ്യത കൊണ്ടോ ഒരു എക്സ്പീരിയൻസ് കൊണ്ടോ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ലാമിൽ സയ്യിദന്മാർക്ക്, പുതിയ കാലത്ത് സയ്യിദന്മാർക്ക് ഉള്ള പ്രാധാന്യം, അപ്പോൾ അത് ജന്മന നൽകപ്പെടുന്ന ഒരു ബഹുമതിയാണ്. എന്ന പോലെ തന്നെയാണ് ഹിന്ദുയിസത്തിലെ സവർണ സ്വഭാവം, അല്ലേ, വർണ്ണ വ്യവസ്ഥയും. ഇത് രണ്ടും തമ്മിൽ ഏകദേശം ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ടും ജന്മന ഒന്നുകൂടി മഹത്വവൽക്കരിക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വിഭാഗം മഹത്വവൽക്കരിക്കപ്പെടുന്നു. അപ്പം അതിൻ്റെ യുക്തി എന്താണ്? ഇസ്ലാം എങ്ങനെ അതിനെ വിഭാഗീയത അല്ല എന്ന് തള്ളൂ? അഹ്ലുബൈത്തിനെ അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമാണ്, അവരുടെ രക്തത്തിൽ ഓടുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു കുടുംബത്തിന് മറ്റെല്ലാ സാധാ കുടുംബത്തേക്കാൾ ഒരു പവിത്രത കൂടുതലുണ്ട് എന്ന് നമ്മൾ പറയുന്നതിൽ നമ്മൾ മടി കാണിക്കുന്നില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു ബാക്കിയുള്ളവരെക്കാൾ ഫളാക്കിയിട്ടുണ്ട്. അത് അതിൻ്റേതായ ചില കാരണങ്ങൾ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ പ്രവാചകരുടെ സ്വഭാവ വിശേഷങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു തആല ഉയർത്തിയിട്ടുള്ളത്. ആ സ്വഭാവവിശേഷങ്ങളെല്ലാം അഹ്ലുബൈത്തിൽ വരുമോ? സ്വാഭാവികമായിട്ടും നമ്മൾ ജനറ്റിക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മനുഷ്യൻ അവൻ ജനിക്കുന്നതിലൂടെ അവൻ്റെ പാരമ്പര്യം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മൾ ജനറ്റിക്കായിട്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവാചകൻ്റെ കുടുംബത്തിനും നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.